ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്, എല്ലും കപ്പയും. അപ്പം നമുക്ക് ആദ്യം എല്ല് കൊണ്ട് നല്ല അടിപൊളിയായിട്ട് കഴുകിക്കൊണ്ട് വരാം. അപ്പോൾ ആദ്യം നമ്മൾ എല്ല് ശകലം ഒന്ന് വേവിച്ചെടുക്കുവാണ്. അപ്പോൾ നമുക്ക് ആദ്യമേ ഉരുളി അടുപ്പിലോട്ട് വെക്കാം. നമുക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ശകലം വെളിച്ചെണ്ണ. എണ്ണ കൂടെ ആയി. ഇനി ശകലം 1 സ്പൂൺ മുളക് പൊടി നമുക്കിടാം. അത് കഴിഞ്ഞ് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഉപ്പ്, 2 സ്പൂൺ മല്ലിപ്പൊടി, ശകലം മീറ്റ് മസാല. നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ലോണം മസാല പിടിക്കാൻ വേണ്ടിയാണ് നല്ലോണം ഇളക്കി കൊടുക്കാം. മസാല എല്ലാം നല്ലോണം പിടിക്കണം. ശകലം എണ്ണ മതി. ശകലം നെയ്യുള്ളതുകൊണ്ട് ശകലം എണ്ണ മതി. ഇപ്പം മസാലയൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഫ്രണ്ട്സ്, അപ്പം എല്ല് വേകുന്ന സമയം കൊണ്ട് നമുക്കിനി കപ്പ കൊത്താം. കപ്പ കൊത്തി നമുക്ക് വേകാൻ വേണ്ടി റെഡിയാക്കി വെക്കാം. അപ്പം നമ്മൾ കപ്പ കൊത്തി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ല് വെന്തോന്ന് നമുക്ക് തുറന്ന് നോക്കാം. എല്ല് നല്ല പറ്റി നല്ല വെന്ത് എല്ലേന്നൊക്കെ വേർവിട്ട് നിൽക്കുന്ന ഒരു പരുവെത്തി. ഇനി നമുക്കിത് വാങ്ങാം. വാങ്ങിയിട്ട് സവോളയെല്ലാം നമുക്ക് വരട്ടി ചേർക്കാം. കൂട്ടുകാരപ്പം എല്ല് ഇതിനകത്ത് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയേക്കുവാണ്. എല്ല് നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്താണ് ഇനി വഴത്തുന്നത്. അപ്പോൾ നമുക്ക് എണ്ണ ഒഴിക്കാം. നല്ല നെയ്യുള്ളതുകൊണ്ട് കുറച്ച് എണ്ണ മതി. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചൂടാകണം. എണ്ണ ഇനി ചൂടാകണം. എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കടുകിടാം.
കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇതാണ്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂക്കണം. നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം. നന്നായിട്ട് മൂക്കട്ടെ. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി സവാള അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവാള വഴന്ന് വരാൻ വേണ്ടി ഒരു 1/4 സ്പൂൺ ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ശകലം ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ശകലം തേങ്ങാക്കത്തൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ പച്ച കടിക്കണം, അതാണ് നേരത്തെ ഇടാഞ്ഞത്. ഇനി ഇളക്കി കൊടുക്കാം. മുളക് പൊടി ഒരു 1.5 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണ്, മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. മീറ്റ് മസാല നമ്മൾ മൊത്തം ഇടുവാണ്. അത് കാരണം ആദ്യം ശകല നമ്മൾ എല്ലിനകത്ത് ഇട്ടിട്ടുള്ളായിരുന്നു. മല്ലിപ്പൊടി ഒരു 2 സ്പൂണ്, ഇനി ഇളക്കി കൊടുക്കാം. മസാല മൂത്ത് മസാല മൂത്തിരിക്കുകയാണ്. നമുക്ക് ഈ എല്ല് അതിനകത്തോട്ട് ചേർക്കാം. വേവിച്ച് വെച്ച് നല്ലോണം വെന്താണ്. ആദ്യ ശകലം ഇച്ചിരി അതിൻ്റെ ഗ്രേവി ശകലം ഒഴിച്ച് കൊടുക്കാം. ഉപയോഗിച്ചിട്ട് ഇളക്കി നല്ലൊരു ഗ്രേവി പരുവായിട്ട് ഇളക്കി നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കാം. നല്ലോണം ഇളക്കി കൊണ്ട് കൊടുക്കാം. ഇച്ചിരി കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എല്ലിനകത്ത് ഉപ്പ് ചേർത്തായിരുന്നു. അതുപോലെ തന്നെ സവോള വഴറാൻ വേണ്ടി ഉപ്പിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതി. നമുക്ക് അരപ്പ് ശതം ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറക്റ്റ് ഉപ്പാണ്. പൊന്നാത്തിന് ഇനി കറിവേപ്പില ചേർക്കാൻ പോവാണ്. പാട്ട്
കപ്പയ്ക്കായതുകൊണ്ട് നമ്മൾ ഗ്രേവി ശകലം നീട്ടുകയാണ്. അപ്പോൾ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കറി അടുപ്പത്തൊന്ന് മാറ്റാം. എന്നിട്ട് നമുക്ക് കപ്പയൊക്കെ രണ്ട് തിളയ്ക്ക് വേകുന്ന കപ്പയാണ്. അപ്പം നമുക്കിത് അടച്ചു വെക്കാം. അത് കഴിഞ്ഞ് നമുക്ക് പോയി അരപ്പ് തയ്യാറാക്കി കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ കപ്പ വെന്തിരിക്കുകയാണ്. നമുക്കിനി കപ്പ ഊറ്റിയിട്ട് അരപ്പ് ചേർക്കാം. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ഇതിന് ഒരു കുഴി കുഴിച്ച് അതിനകത്തോട്ടിട്ട് കൊടുക്കുക. നമ്മൾ കപ്പ ഇളക്കുവാണ്. എല്ലായിടത്തും അരപ്പ് പിടിക്കാൻ വേണ്ടി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും അരപ്പ് പിടിക്കണം. ഇളക്കി അങ്ങോട്ട് കൊടുക്കുക നല്ലോണം. അപ്പോൾ നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എല്ലുകറിയും കൂട്ടി കപ്പ ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ടോ? ഓക്കെ. നല്ല മഴയുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കപ്പ എല്ലാം റെഡി ആയിരിക്കുകയാണ്. അപ്പം പൊന്നുവിൻ്റെ ഫ്രണ്ട്സുമാണ് അത് ടേസ്റ്റ് ചെയ്യുന്നത്. പൊന്നു ബാ, എല്ലാവരും വന്നേ ടേസ്റ്റ് ചെയ്യും. പൊന്നു നിൻ്റെ കൂട്ടുകാരുടെ പേരെല്ലാം പറഞ്ഞേ. പറ, ഇതാരാ? ഇത് 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 അപ്പൊ എല്ലാരും കൂടാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ കപ്പയിലും? സൂപ്പറാണോ ഫ്രണ്ട്സ്? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.